എന്നെ ആൾ സ്ക്രീനിൽ കണ്ട് മനസ്സിലാക്കിയാൽ മതി. ഞാൻ എന്താണെന്നുള്ളത് ആളുകൾ അധികം മനസ്സിലാക്കണ്ട. ഭാവനയുടെ ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഞാൻ റിയാക്ട് ചെയ്തതിൻ്റെ പേരിൽ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അത് അല്ലേ, ഞാൻ അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഞാൻ തന്നെ അനുഭവിക്കാം. എല്ലാം പൊളിറ്റിക്കലി കറക്റ്റ് ആവണമെന്ന് വാശി പിടിക്കാൻ പറ്റില്ല. ആളുകൾ അങ്ങനെ ഒരു ഫേസ് ചിലപ്പോൾ പ്രതീക്ഷിക്കും നമ്മുടെ അടുത്ത്. നമ്മൾ സ്ഥിരമായിട്ട് ടി വിയിലൊക്കെ കാണുന്നതുകൊണ്ട് നമ്മൾ പറയുന്നത് വളരെ കൃത്യമായിരിക്കും എന്നൊക്കെ ഉള്ളൊരു തെറ്റിദ്ധാരണ ആളുകൾക്കുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം ഉണ്ടെന്ന് പറയുമല്ലോ. അപ്പോൾ അങ്ങനത്തെ നമ്മുടെ അടുത്തേക്ക് എത്തുന്ന വാർത്ത അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയത് കൃത്യമാണോ എന്നറിയാത്തത് കൊണ്ടാണ് ഞാൻ റെസ്പോണ്ട് ചെയ്യാത്ത പല കാര്യങ്ങൾക്കും. അല്ലെങ്കിൽ പല രീതിയിലും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കപ്പെടാം. ഒരു സോഷ്യൽ ഇഷ്യൂ തന്നെ പല ആംഗിളിലാണ് നമ്മൾ കേൾക്കുക. അപ്പോൾ അത് സോഷ്യൽ മീഡിയ കൂടെ അതിനെ എക്സ്പ്രസ് ചെയ്തിട്ട് ഒരു ആവശ്യം എനിക്കില്ല. എനിക്കിതുവരെ ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ അത് കൃത്യമായിട്ട് അതിനെ മനസ്സിലാക്കി എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. അതെല്ലാം ഓഫ് സ്ക്രീനാണ്. അതൊരിക്കലും ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടായിട്ട് ഉപയോഗിക്കാനോ അങ്ങനെയൊന്നും. പിന്നെ അല്ല, എനിക്ക് ഒന്ന്, ഞാൻ സോഷ്യൽ മീഡിയയിൽ ഞാൻ അധികം ആക്റ്റീവ് അല്ലാത്ത ഒരാളായത് അതുകൊണ്ട് തന്നെയാണ്. എന്നെ ആൾ സ്ക്രീനിൽ കണ്ട് മനസ്സിലാക്കിയാൽ മതി. ഞാൻ എന്താണെന്നുള്ളത് ആളുകൾ അധികം മനസ്സിലാക്കണ്ട. ആദ്യകാലം തൊട്ട്, അതായത് സിനിമ വന്ന സമയം തൊട്ടുള്ള ഇന്റർവ്യൂസ് എല്ലാം നോക്കിയാൽ ആസിഫ് അലി എന്ന് പറയുന്ന വ്യക്തി ആഗ്രഹങ്ങളാണെങ്കിലും ഫീലിങ്സ് ആണെങ്കിലും തോട്ട് പ്രോസസ് ആണെങ്കിലും ഭയങ്കര ഓപ്പൺ ആയിട്ട് ഇന്റർവ്യൂസിൽ പറയുന്ന ഒരാളാണ്. അപ്പൊ ഏതെങ്കിലും ഒരു പോയിന്റ് ഇങ്ങനെ വേണ്ടായിരുന്നു അല്ലെങ്കിൽ ഇത്രയും റിയൽ ആവണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ഈ ട്രോൾസ് ഒക്കെ വരുമ്പോഴൊക്കെ ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഭയങ്കര വലിയൊരു പ്രശ്നത്തിൽ ഞാൻ പോയി ചാടിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ പ്രശ്നം ഞാൻ എന്നെ പറ്റി ഭയങ്കര പൊക്കി പറയുന്നില്ല. ഞാൻ എവിടെയാണോ ഞാൻ അവിടെയാണ്. ഞാൻ ആ മൊമെന്റ് ഡ്രിവൺ ആണ്. എനിക്ക് അതിൽ ഞാൻ ഒരു പ്ലാനിങ് കൊണ്ടുവരാറില്ല. ഇപ്പം ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ പോലും എൻ്റെ മനസ്സിൽ വരുന്നതെല്ലാം ഞാൻ സംസാരിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ ഞാൻ അങ്ങനെയാണ്. ഞാനില്ല, എൻ്റെ ക്യാരക്ടർ അതാണ്. എനിക്ക് അതിൻ്റെ അകത്ത് ഞാൻ കുറച്ചുകൂടെ പ്ലാൻ ചെയ്ത് ഫേക്ക് ചെയ്ത് പോയിരുന്നെങ്കിൽ എനിക്ക് പല സ്ഥലങ്ങളിലും സേഫ് ആവായിരുന്നു എന്നൊന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. എനിക്ക് ചെയ്യണമെന്ന് തോന്നുന്ന എല്ലാ കാര്യവും ഞാൻ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇതുവരെ ഒരു കാര്യത്തിന് റിഗ്രറ്റ് ചെയ്തിട്ടില്ല. ഇപ്പം ഞാനൊരു ഭാവനയുടെ ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഞാൻ റിയാക്ട് ചെയ്തതിൻ്റെ പേരിൽ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അത് അല്ലേ, ഞാൻ അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഞാൻ തന്നെ അനുഭവിക്കാം. ആളുകൾക്ക് ഒരിക്കലും നമ്മളോട് അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു അതിനെ പറ്റിയിട്ടൊന്നും ആൾക്കാർ അങ്ങനെ ബോധമൊന്നും അല്ല. ആൾക്കാർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട്. നമ്മൾ സിനിമയിൽ 10 സിനിമ ചെയ്തു 50 സിനിമ ചെയ്തു എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്നത് വളരെ കൃത്യമായ കാര്യങ്ങളായിരിക്കണം എന്നൊരു നിർബന്ധമില്ല. നമുക്കങ്ങനെ ഭയങ്കര ഒരു സ്കോളറിനെ പോലെ സംസാരിക്കാൻ പറ്റണമെന്നൊന്നുമില്ല. നമ്മളെല്ലാം ഇൻഡിവിജ്വൽസാണ്. നമ്മൾ പറയുന്നത് മണ്ടത്തരങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ ആളുകൾ അങ്ങനെ ഒരു ഫേസ് ചിലപ്പോൾ പ്രതീക്ഷിക്കും നമ്മുടെ അടുത്ത്. നമ്മൾ സ്ഥിരമായിട്ട് ടി വിയിലൊക്കെ കാണുന്നതുകൊണ്ട് നമ്മൾ പറയുന്നത് വളരെ കൃത്യമായിരിക്കും എന്നൊക്കെ ഉള്ളൊരു തെറ്റിദ്ധാരണ ആളുകൾക്കുണ്ട്. മലയാളത്തിന് ശേഷം കുറെ ഡിസ്കഷൻസ് ഉണ്ടായല്ലോ, കുറെ ഡിബേറ്റ്സ്, കുറെ ഡിസ്കഷൻസ്, പ്രോ ആൻഡ് കോൺസ് ഓഫ് ദ ഫിലിം ഡിസ്കസ് ചെയ്ത്. ആസിഫിന് ഇപ്പോഴാണ് അതൊക്കെ കണ്ട് ഒരുവിധം എന്താണ് പരിപാടി എന്ന് മനസ്സിലായിട്ടല്ല. ഇപ്പോൾ അതുപോലെ ഒരു കെട്ടിയോളാൻ മലാവ് പോലെ ഒരു കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് കുറച്ച് പൊളിറ്റിക്കലി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാം എന്നുള്ളൊരു സിനിമയാണ് ഓഫർ ചെയ്യുന്നതെങ്കിൽ ആസിഫ് ഒന്നും കൂടെ ചിന്തിക്കുമോ? ഇല്ലില്ല, അത് ചെയ്യാം. ഞാൻ എൻ്റെ സ്ക്രീൻ പ്ലേയിൽ ഞാൻ ആ ക്യാരക്ടറിലും എനിക്ക് ആ സിനിമ കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഞാനത് ചെയ്യും. കാര്യം എല്ലാവരും പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള ആളുകളല്ല നമ്മുടെ ചുറ്റുമുള്ളത്. എല്ലാവരും അവരവരുടെ ക്യാരക്ടേഴ്സാണ്. അപ്പം ഞാൻ ചെയ്യുന്നത് എല്ലാവർക്കും തൃപ്തി കൊടുക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഇന്ന് തന്നെ ഞാൻ കണ്ടിട്ടുള്ള എത്രയോ പേർക്ക് എന്നെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ എൻ്റെ ആറ്റിറ്റ്യൂഡാണ് എൻ്റെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. എന്നെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ആ പെർട്ടിക്കുലർ ക്യാരക്ടർ അയാളുടേതായ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സിനിമകൾ സംഭവിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇങ്ങനെയുള്ള ചിന്തകൾ ആളുകൾക്ക് ഉണ്ടാവുക. അപ്പോൾ കെട്ടിടണാൻ്റെ മാലായ്ക്ക് ശേഷം എത്രയോ പേരുടെ ലൈഫിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിനിമകൾ സംഭവിക്കണ്ടേ. എല്ലാം പൊളിറ്റിക്കലി കറക്റ്റ് ആവണമെന്ന് വാശി പിടിക്കാൻ പറ്റില്ല. തുടക്കത്തിൽ പറയുന്നുണ്ടായിരുന്നു ഈ പൃഥ്വിരാജും കുഞ്ചാക്കോനൊക്കെ വേണ്ടാന്ന് വെച്ച സ്ക്രിപ്റ്റുകൾ എടുക്കുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മാറിയിട്ട് ഇപ്പം സ്വന്തമായിട്ട് സ്ക്രിപ്റ്റ് വരുന്നു, അല്ലെങ്കിൽ മലയാള സിനിമയിൽ സ്വന്തമായിട്ടൊരു സ്പേസ് ഇപ്പൊ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു 10 വർഷത്തിനുള്ളിൽ, ഒരു 8-7 വർഷത്തിനുള്ളിൽ. അപ്പം ആ ഒരു ട്രാൻസിഷനെ എങ്ങനെ കാണുന്നത്? പ്രൗഡാണോ അതോ ഇനിയും ഒരുപാട് പോകാനുണ്ട്? അല്ല, അത് ഞാനായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു സ്പേസ് അല്ല. ഇനിയിപ്പോൾ ഇവര് ചാക്കോച്ചൻ എൻ്റെ ഒരു സീനിയർ ബാച്ച് വേണ്ടാന്ന് വെക്കുന്ന സ്ക്രിപ്റ്റ് ഓട്ടോമാറ്റിക്കലി എൻ്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നത്. കാര്യം എൻ്റെ ബെഞ്ചിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്.
അപ്പോൾ അത് കഴിഞ്ഞ് ബാക്കിയുള്ള ഇപ്പോൾ ഉള്ള എൻ്റെ ബാച്ചിലുള്ള എല്ലാവരും വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് വേണ്ടി സ്ക്രിപ്റ്റ്സ് എഴുതാൻ തുടങ്ങിയത്. അത് ഭയങ്കര വലിയൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന നമ്മൾ കേപ്പബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ആ സമയത്ത് വരാൻ തുടങ്ങി. അതുപോലെ തന്നെ ഒരു കോമ്പറ്റീഷൻ വന്നു. നല്ല സിനിമകൾ ചെയ്യുന്ന ആളുടെ കാണുമ്പോൾ നമുക്കൊരു ആഗ്രഹം വരും അതുപോലെ ഒരു നല്ല സിനിമ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മളായിട്ട് എഫേർട്ട് ഇട്ടിട്ട് സ്ക്രിപ്റ്റുകൾ സെലക്ട് ചെയ്യാനും ചെയ്യിക്കാനും അല്ലെങ്കിൽ ചാൻസസ് ചോദിക്കാനും ഒക്കെ തുടങ്ങി. മറ്റേതൊരു മടി പിടിച്ചിരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എനിക്ക്. മെനി ഇന്റർവ്യൂസ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതായത് ഒരു ആക്ടർ എന്നുള്ളൊരു നിലയ്ക്ക് ഒരു ഫെയർ സ്കിൻ അല്ലെങ്കിൽ ഞാൻ ഡാർക്ക് സ്കിൻഡ് ആണ്, എനിക്ക് അതിൻ്റെ ഫിസിക് ഇല്ല എന്നുള്ളൊരു കോംപ്ലക്സ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ഇൻസെക്യൂർ ആവുന്നുണ്ട്. സോ ആസ് എൻ ആക്ടർ അത് എന്തുമാത്രം ബോദർ ചെയ്തിട്ടുണ്ട്? ഡു യു വർക്ക് ഓൺ ഇറ്റ്, അല്ലെങ്കിൽ എല്ലാവരും പറയുന്ന ആ സ്റ്റീരിയോ ടൈപ്പിൽ ഒതുക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്? ഇല്ല, ഞാൻ അത് ബ്രേക്ക് ചെയ്യാൻ തന്നെയായിരുന്നു. അത് ഞാനീ പറയുന്ന ഈ പ്രശ്നം എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പല ക്യാരക്ടേഴ്സിലും എന്നെ പ്ലേസ് ചെയ്യുമ്പോൾ അവിടെ ഈ പറയുന്ന ഒരു സോക്കോൾഡ് ഭയങ്കര ഫെയർ ആയിട്ടുള്ള ഒരു ഫെയർ അല്ലെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അത്തരത്തിലുള്ളൊരു ലുക്ക് ഇല്ലാത്തത് എൻ്റെ ക്യാരക്ടേഴ്സ് പ്ലേസ് ചെയ്യാൻ എപ്പോഴും ഒരു ബോയ് നെക്സ്റ്റ് ഡോർ ഇമേജിൽ വർക്ക് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്.